എല്ലാവർക്കും ഹായ്, ഇത് ആൻഡി ഫെർണിതയാണ്. ഇന്നത്തെ കഥയുടെ പേര് ദൈവത്തിൽ നിന്ന് ഒളിക്കുക എന്നാണ്. മനപ്പാഠവാക്യം 1 യോഹന്നാൻ 1-ാം അധ്യായം 9-ാം വാക്യമാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു എന്നു പറയുന്നു. ഇന്നത്തെ സന്ദേശം ദൈവം ഇപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു. നമ്മൾ എന്തെങ്കിലും തെറ്റു ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഖേദിക്കുന്നുവെങ്കിൽ അവൻ നമ്മോട് ക്ഷമിക്കും എന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്യുകയും അത് പറയാൻ ഭയപ്പെടുകയും ചെയ്തിട്ടുണ്ടോ? ആദാമിനും ഹവ്വായ്ക്കും അങ്ങനെ തോന്നിയിരിക്കണം. അത് ഇതുപോലെ സംഭവിച്ചിരിക്കാം. ആദാമും ഹവ്വായും അവരുടെ ഉദ്യാനഭവനത്തിൽ സന്തോഷ്ടരായിരുന്നു. ദിവസത്തിലെ ഏറ്റവും നല്ല സമയം വൈകുന്നേരമായിരുന്നു. അന്ന് ദൈവം പലപ്പോഴും വന്ന് അവരോട് മുഖാമുഖം സംസാരിച്ചു. 7-ാം ദിവസത്തെ ശബ്ബത്തിൽ അവർ ദിവസം മുഴുവൻ ദൈവത്തോടൊപ്പം ചെലവഴിച്ചു. ശബ്ബത്ത് അവസാനിക്കണമെന്ന് അവർ ഒരിക്കലും ആഗ്രഹിച്ചിരിക്കില്ല. നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം ഒഴികെ ഏത് ഫലവും കഴിക്കാമെന്ന് ദൈവം അവരോട് പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, നീ ഒരിക്കലും ആ പഴം തിന്നരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ഒരു ദിവസം ഹവ്വ തോട്ടത്തിലൂടെ നടക്കുമ്പോൾ മരത്തിനടുത്തേക്ക് വന്നു. അവൾ ആ വൃക്ഷത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു മനോഹരമായ സർപ്പത്തെ കണ്ടു. അത് അവളോട് സംസാരിക്കുവാൻ തുടങ്ങി. ഈ തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൽ നിന്നും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? സർപ്പം ചോദിച്ചു. ആ സ്ഥലം വിട്ടുപോകണമെന്ന് ഹവ്വായ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ അവൾ പോയില്ല. പകരം അവൾ പാമ്പിനോട്, ഈ വൃക്ഷത്തിന്റെ ഫലം ഒഴികെ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം നമുക്ക് തിന്നാമെന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് മറുപടി പറഞ്ഞു. ഞങ്ങൾ അതിന്റെ പഴങ്ങൾ തിന്നരുത്. ഞങ്ങൾ അതിൽ തൊടാൻ പോലും പാടില്ല. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ മരിക്കും. പാമ്പ് മറുപടി പറഞ്ഞു, നിങ്ങൾ മരിക്കില്ല. നീയും ദൈവത്തെപ്പോലെ ബുദ്ധിമാനായിരിക്കും. പഴം കഴിച്ചാൽ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാകും. ഹവ്വ കൈ നീട്ടിപ്പഴത്തിൽ തൊട്ടു, പക്ഷേ ഒന്നും സംഭവിച്ചില്ല. പിന്നെ അവൾ കുറച്ച് പഴമെടുത്ത് അതിൽ കടിച്ചു. അതിന് നല്ല രുചിയുണ്ടായിരുന്നു. അവൾ കൂടുതൽ പെറുക്കി ആദാമിനു കൊടുത്തു. ഹവ്വ കുറച്ച് കഴിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവനും കുറച്ച് കഴിച്ചു. ആദം ഒരു കടി കഴിച്ച ഉടനെ അവർക്ക് എന്തോ സംഭവിച്ചു. അവർ നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി. അവർക്കു ലജ്ജയും ഭയവും തോന്നി. അവർ ചെയ്തത് തെറ്റാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. അവർ ഒരു അത്തിമരത്തിലേക്ക് ഓടിച്ചെന്ന് അതിന്റെ ഇലകൾ കൊണ്ട് സ്വയം മൂടി. ആ വൈകുന്നേരം ദൈവം തോട്ടത്തിലൂടെ നടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവർ ഒളിച്ചു. അവനെ കാണാൻ അവർക്ക് ലജ്ജ തോന്നി. ദൈവം അവരെ കണ്ടെത്തിയപ്പോൾ അവൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഒളിച്ചിരിക്കുന്നത്? തോട്ടത്തിൽ വെച്ച് ഞങ്ങൾ നിന്നെ കേട്ടു. ആദം ദൈവത്തോട് പറഞ്ഞു, അപ്പോൾ ഞങ്ങൾക്ക് പേടിയായി. അവർ എന്താണ് ചെയ്തതെന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. അവൻ ദുഃഖിതനായിരുന്നു. അവർക്ക് അനന്തരഫലങ്ങൾ നേരിടേണ്ടി വരും. അവർ തോട്ടം വിട്ടുപോകണമെന്നും അവർ വൃദ്ധരായി മരിക്കുമെന്നും ദൈവം അവരോട് പറഞ്ഞു. പൂന്തോട്ടത്തിന് പുറത്തുള്ള ജീവിതം കഠിനമായിരുന്നു. കളകൾ വളരും, മുള്ളുകൾ ഉണ്ടാകും. ഭക്ഷണം വളർത്താൻ അവർ കഠിനാധ്വാനം ചെയ്യേണ്ടിവരും. മറ്റെല്ലാം നശിച്ചുപോകും, സസ്യങ്ങളും മൃഗങ്ങളും. ആദാമും ഹവ്വായും ദൈവത്തോട് അനുസരണക്കേട് കാണിക്കാൻ തീരുമാനിച്ചെങ്കിലും ദൈവം അവരെ വെറുതെ വിട്ടില്ല. കാര്യങ്ങൾ ശരിയാക്കാനുള്ള തന്റെ പദ്ധതിയെക്കുറിച്ച് അവൻ അവരോട് പറഞ്ഞു. അവൻ തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കും. അവന്റെ പുത്രൻ മരിക്കുകയും അവർ ചെയ്ത എല്ലാ തെറ്റുകൾക്കും അവൻ കുറ്റം ഏറ്റെടുക്കുകയും ചെയ്യും. ആദാമും ഹവ്വായും വളരെ ദുഃഖിതരായിരുന്നു. അവർ ചെയ്തതിൽ അവർ വളരെ ദുഃഖിച്ചു. തന്നോട് അനുസരണക്കേട് കാണിച്ചതിന് ദൈവം ആദാമിനോടും ഹവ്വായോടും ക്ഷമിച്ചു. നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അവനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ശരിക്കും ഖേദമുണ്ടെങ്കിൽ അവൻ നിങ്ങളോട് ക്ഷമിക്കും. ശരിയായത് ചെയ്യാൻ നിങ്ങളെ സഹായിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. യേശു വീണ്ടും വരുമ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു.